ജമായത്തെ ഇസ്ലാമി തങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം മതരാഷ്ട്രമാണ്, ഇസ്ലാമിക റിപ്പബ്ലിക്കാണ് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്നലെ ജമാഅത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന ഉന്നതാധികാര സമിതിയിലെ അംഗമായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് തൻ്റെ ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം നിസ്സംശയം പ്രസ്താവിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇസ്ലാം ന്യൂനപക്ഷമായ സ്ഥലത്താണ് ആദ്യമായിട്ട് ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപിതമായതെന്നും മദീനയെ ഉദാഹരിച്ചുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് വ്യക്തമാക്കുകയുണ്ടായി. അതായത് ജമായത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ നിന്ന് ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപിക്കണമെന്ന അവരുടെ ലക്ഷ്യത്തിൽ നിന്ന്, കാഴ്ചപ്പാടിൽ നിന്ന് ഒരു അണുപോലും വ്യതിചലിച്ചിട്ടില്ല, പിന്മാറിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഉന്നതാധികാര സമിതിയിലെ അംഗം ഇന്നലെ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് വ്യക്തമാക്കണം. ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം, ജമാഅത്ത് ഇസ്ലാമിയുടെ കാഴ്ചപ്പാട്, നയപരമായ നിലപാട്, ഇതെല്ലാം പ്രഖ്യാപിക്കേണ്ടതും വ്യക്തമാക്കേണ്ടതും ആ സംഘടനയുടെ തലപ്പത്തുള്ളവരാണ്, ആ സംഘടനയുടെ നേതൃസരണിയിലുള്ളവരാണ്. അവരാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആത്യന്തികമായ ലക്ഷ്യം ഇസ്ലാമിക റിപ്പബ്ലിക്കാണെന്നും മതരാഷ്ട്രമാണെന്നും സംശയത്തിനിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത്തരമൊരു ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ നിലപാട് ഭരണഘടനാ വിരുദ്ധമാണ്, ദേശവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, മതേതര വിരുദ്ധമാണ്. അപ്പോൾ ഇങ്ങനെ ഭരണഘടനാ വിരുദ്ധവും മതേതര വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ നിലപാട് സ്വീകരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ ഏറ്റവും ഒടുവിലത്തെ പ്രഖ്യാപനത്തെ തള്ളിപ്പറയാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തയ്യാറാകുമോ എന്ന് ജനങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. അതുപോലെ ഇന്ത്യ ഇസ്ലാമിക റിപ്പബ്ലിക്കാക്കാൻ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട്, അവരുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുമായിട്ട് ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യവും സഹകരണവും ഉണ്ടാക്കാനുള്ള കോൺഗ്രസിൻ്റെ UDFൻ്റെയും നിലപാട്, അത് ആ നിലപാടുമായി മുന്നോട്ട് പോകാനാണോ വി ഡി സതീശനും കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും തയ്യാറാകുന്നത് എന്നുകൂടി വ്യക്തമാക്കണം. ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, ജമാഅത്ത് ഇസ്ലാമിയുമായി, വെൽഫെയർ പാർട്ടിയുമായി UDFൻ്റെ രാഷ്ട്രീയ സഹകരണത്തിനും സഖ്യത്തിനും അന്തിമ രൂപമുണ്ടായിരിക്കുന്നു. ഇവർ തമ്മിലുള്ള നിരവധി ചർച്ചകൾ നടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഒരു കാര്യം സമ്മതിക്കണം, ഞങ്ങൾ ഭാരതത്തെ ഇസ്ലാമിക റിപ്പബ്ലിക്കാക്കാൻ ആഗ്രഹിക്കുന്ന, അത് നിലപാടായിട്ട് തീരുമാനമെടുത്തിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയുമായി ഞങ്ങൾ തുറന്ന സഹകരണത്തിലാണ്, രാഷ്ട്രീയ സഖ്യത്തിലാണ്, ആ സഖ്യത്തിനാണ് കേരളത്തിൽ ജനങ്ങൾ വോട്ട് നൽകേണ്ടത് എന്നുകൂടി വ്യക്തമാക്കാൻ വി ഡി സതീശനും കോൺഗ്രസ് UDF നേതൃത്വം തയ്യാറാകണം. രണ്ടാമത്, ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് മുൻകാലങ്ങളിൽ രഹസ്യവും പരസ്യവുമായിട്ട് രാഷ്ട്രീയ സഖ്യവും സഹകരണവും ഉണ്ടാക്കിയവരാണ് CPM-ഉം ഇടതുപക്ഷവും. അവർ തമ്മിൽ പാർട്ടി ഓഫീസിലും അല്ലാത്ത രീതിയിലും നടന്നിട്ടുള്ള ചർച്ചകളെക്കുറിച്ച് ജമാഅത്ത് ഇസ്ലാമിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം ചർച്ചകളെ സംബന്ധിച്ച് മാർക്സിസ്റ്റ് നേതൃത്വവും സമ്മതിച്ചിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയെ പുകഴ്ത്തിക്കൊണ്ട് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു,
ജമാഅത്ത് ഇസ്ലാമിയുടെ ഉന്നതാധികാര സമിതിയിലെ അംഗം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന രാജ്യദ്രോഹമാണ്, മതേതര വിരുദ്ധമാണ്. പരസ്യമായി ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമി നേതാവിനെതിരായിട്ട് നിയമ നടപടിയെടുക്കാൻ പിണറായി ഭരണകൂടം തയ്യാറാകുമോ എന്നുള്ളത് അറിയാൻ ആഗ്രഹമുണ്ട്. തയ്യാറാകണമെന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം. മാത്രമല്ല, ഇത് മതപരമായ കലാപവും സൃഷ്ടിക്കാനുതകുന്ന ഒരു പ്രസ്താവനയാണ്. കാരണം അദ്ദേഹം പ്രസ്താവനയിൽ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇസ്ലാമിക ഭരണം സ്ഥാപിതമാകുമ്പോൾ മദീനയിൽ 15% മാത്രമേ മുസ്ലിം ജനസംഖ്യയുള്ളൂ എന്നാണ്. അപ്പോൾ ഇന്ത്യയിൽ ഹിന്ദു ഭൂരിപക്ഷമായത് അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷമായത് ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് അത് തടസ്സമല്ല എന്നുള്ളതാണ് ഈ പ്രസ്താവനയോട് വ്യക്തമാക്കുന്നത്. ഇത് മതപരമായ കലാപത്തെ സൃഷ്ടിക്കുന്നതിന് ഉതകുന്നതാണ് ഈ പ്രസ്താവന. അതുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ് കേസെടുക്കാൻ തയ്യാറാകുമോ എന്നറിയാൻ ആഗ്രഹമുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടിയിൽ ഇന്നലെ ഇടതുപക്ഷ മന്ത്രിസഭയിലെ പ്രധാനമന്ത്രി പങ്കെടുക്കുകയുണ്ടായി. ഈ മന്ത്രി എന്തടിസ്ഥാനത്തിലാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുത്തത് എന്ന് മാർക്സിസ്റ്റ് നേതൃത്വം വ്യക്തമാക്കണം. ഒരു ഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് പോരാട്ടം നടത്തുന്നു എന്ന് പ്രചരിപ്പിക്കുക, മറുഭാഗത്ത് ഇപ്പോഴും പഴയ കാലത്ത് പോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഒരു സോഫ്റ്റ് കോർണർ സ്ഥാപിക്കാൻ അവർ ഉദ്ദേശിക്കുന്നു എന്നുള്ളതല്ലേ ഇന്ന് വ്യക്തമാക്കേണ്ടത്. അതുകൊണ്ട് LDFും UDFും ഈ ദേശവിരുദ്ധ, മതേതര വിരുദ്ധ, ഇന്ത്യാവിരുദ്ധ ശക്തികളുമായി തെരഞ്ഞെടുപ്പിൽ കൈകോർക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, മുസ്ലിം ലീഗ് ഇക്കാര്യത്തെക്കുറിച്ച് അഭിപ്രായം എന്താ? ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെ, ഇസ്ലാമിക റിപ്പബ്ലിക് എന്നുള്ളതിനെ മുസ്ലിം ലീഗ് അംഗീകരിക്കുന്നുണ്ടോ? ഇക്കാര്യത്തിൽ അവരഭിപ്രായം പറയേണ്ടതാണ്. കേരളത്തിലെ സാമാന്യ ജനത അവരുടെ അഭിപ്രായം എന്താണെന്നറിയാൻ ആഗ്രഹമുണ്ട്. ഇനി അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ മതരാഷ്ട്രവാദത്തെ, ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന ആശയത്തെ പരസ്യമായിട്ട് തള്ളിപ്പറയാൻ ഈ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം തയ്യാറാകുമോ? ഇക്കാര്യത്തിൽ അവരും അഭിപ്രായം തുറന്നു പറയണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. പിന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, 23-ാം തീയതി ബഹുമാന്യനായ പ്രധാനമന്ത്രി തിരുവനന്തപുരം സന്ദർശിക്കുന്നു. 10:30 മണിക്കാണ് കാലത്ത് 10:30 മണിക്കാണ് പുത്തരിക്കണ്ടം മൈതാനത്ത് അദ്ദേഹത്തിൻ്റെ പരിപാടി നടക്കുന്നത്. ആദ്യം റെയിൽവേ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുള്ള അമൃത ഭാരത് തീവണ്ടികളുടെ ഉദ്ഘാടനം ഔദ്യോഗിക പരിപാടി നടക്കുന്നുണ്ടാകും. സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിക്ക് ശേഷമാണ് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടി NDA സംഘടിപ്പിച്ചിട്ടുള്ള പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത്. പൊതുസമ്മേളനത്തിൽ വെച്ച് വികസിത തിരുവനന്തപുരം എന്ന ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് അത് അവിടുന്ന് പ്രസിദ്ധീകരിക്കുന്നുണ്ടാകും. സ്വാഭാവികമായും ഈ 4 തീവണ്ടികൾ, അതായത് നാഗർകോവിൽ മംഗലാപുരം അമൃത് ഭാരത് എക്സ്പ്രസ്, തിരുവനന്തപുരം ഹൈദരാബാദ് അമൃത് ഭാരത് എക്സ്പ്രസ്, തിരുവനന്തപുരം താമ്പരം അമൃത് ഭാരത് എക്സ്പ്രസ്, ഇതാണ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടികൾ നമ്മൾ കേരളത്തെ സംബന്ധിച്ച് വലിയ ഗുണകരമായിരിക്കും, യാത്രക്കാർക്ക് അനുഗ്രഹമായിരിക്കും. 1800 യാത്രക്കാർക്ക് ഒരേ സമയം ഈ അമൃത് ഭാരത് തീവണ്ടികളിൽ യാത്ര ചെയ്യാൻ സാധിക്കും. non-AC കമ്പാർട്ട്മെൻറ്റുകളാണ് ഭൂരിപക്ഷവുമുള്ളത്. 130 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 110 കിലോമീറ്റർ വേഗതയിലായിരിക്കും കേരളത്തിൽ ഈ അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടികൾ സഞ്ചരിക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസ്താവന അങ്ങ് പറഞ്ഞത് ഭരണഘടനാ വിരുദ്ധം എന്നുള്ളതാണ്.
മതരാഷ്ട്രം എന്നുള്ള പ്രഖ്യാപനം ഭരണഘടനാ വിരുദ്ധമാണ്, മതേതരത്തിനെതിരാണ്, അതിൽ സംശയമില്ല. BJP നേതാക്കളും ഒന്നും തന്നെ ഇപ്പോൾ അലഹബാദ് കോടതിയിൽ ഒരു ജഡ്ജിയും അന്ന് പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ടായിരിക്കും, ഭൂരിപക്ഷമാണ് രാജ്യം നയിക്കേണ്ടത്. അപ്പോൾ ഈ BJP നേതാക്കളും അത്തരത്തിലൊരു മതരാഷ്ട്രം വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് പറയുന്നതും തള്ളേണ്ടതല്ല, അത് അങ്ങ് തള്ളുന്നുണ്ടോ? ഭാരതീയ ജനതാ പാർട്ടി ഒരിക്കലും മതരാഷ്ട്രവാദത്തെ അംഗീകരിച്ചിട്ടില്ല. നമ്മുടെ ഭാരത വിഭജനത്തിന് മുമ്പ് മുസ്ലിം ലീഗ് പാകിസ്ഥാൻ വാദം ഉന്നയിച്ച സമയത്ത് അതിനെ മാർക്സിസ്റ്റ് പാർട്ടി അംഗീകരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഭാരതീയ ജനസംഘം രൂപീകൃതമായിട്ടില്ല. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മുസ്ലിം ലീഗാണെന്ന് ഈ മതരാഷ്ട്രവാദം കൊണ്ടുവന്നത്. മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ അനുകൂലിച്ചു. ഏറ്റവും ഒടുവിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അതിനെ അംഗീകരിച്ചു. അങ്ങനെയാണ് രാഷ്ട്രവിഭജനം ഉണ്ടായത്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രമെന്ന സങ്കല്പത്തെ RSSും ഭാരതീയ ജനസംഘവും BJPയും അതിനൊരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രം, തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്നുള്ളത് അഭാരതീയമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടി മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്നില്ല, ഇതുവരെ അംഗീകരിച്ചിട്ടുമില്ല. മോഹൻ ഭാഗവത് തന്നെ പലതവണ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ് എന്നാണ്. അത് വേറൊരു, നിങ്ങൾ പറഞ്ഞ ഹിന്ദു എന്നുള്ളതിനെ സംബന്ധിച്ച് അതിന് വലിയ വ്യാപ്തിയുണ്ട്. അത് കേവലം ഒരു ആരാധനാ രീതിയോ മതമോ അല്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത് സംസ്കാരമാണ്, ദ വേ ഓഫ് ലൈഫാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദു എന്ന പദത്തെ എല്ലാവരും കാണുന്നത്. അവിടെ മതരാഷ്ട്രവാദത്തെ ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ കോൺഗ്രസ് അംഗീകരിച്ചിട്ടുണ്ട്, മുസ്ലിം ലീഗ് അംഗീകരിച്ചിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ശ്രീരാമൻ്റെയൊക്കെ പേര് പറഞ്ഞ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ, ക്രൈസ്തവർക്കെതിരെ വലിയ അതിക്രമമാണ് നടക്കുന്നത്. അപ്പോൾ അത് ഈ ഹിന്ദുരാഷ്ട്രം ഒരു വാദം ഉയർത്തിപ്പിടിക്കപ്പെടില്ല, അത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകും. ഞങ്ങൾ ഒരു മതവിഭാഗത്തെയും ഞങ്ങൾ എതിരല്ല. എല്ലാ മതവിഭാഗത്തിനും അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം, വിശ്വാസം പുലർത്താൻ ഭാരതത്തിൽ സ്വാതന്ത്ര്യമുണ്ട്, ഭരണഘടന നൽകുന്നുണ്ട്. അത് സംരക്ഷിക്കാൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തയ്യാറാകേണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസം മനഃപൂർവ്വമായി നടത്തിയ പരാമർശം പിൻവലിച്ചിട്ടുണ്ട്. ഖേദം പ്രകടിപ്പിക്കുന്നു. പിൻവലിക്കാനുള്ള സാഹചര്യം എന്താണ്? സ്വാഭാവികമായിട്ടും ആദ്യം പറഞ്ഞത് തൻ്റെ പ്രസ്താവനയിൽ നിന്ന് ഞാൻ പിൻവാങ്ങാൻ തയ്യാറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഈ തീവ്രവാദ സംഘടനകളുടെ സമ്മർദ്ദത്തിന് വിധേയമായിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടി എപ്പോഴും അങ്ങനെയാണ്. ഇപ്പം AK ബാലൻ ഉന്നയിച്ചിട്ടുള്ള വലിയ ആശങ്കയുണ്ടല്ലോ, UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുക എന്നുള്ളത്. ഇതേ ആശങ്ക LDF അധികാരത്തിൽ വന്നാലും സംഭവിക്കും. കാരണം LDFനെയും നിയന്ത്രിക്കുന്നത് മത തീവ്രവാദ ശക്തികളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. LDFും UDFും തമ്മിലുണ്ടാകുന്ന പാലം അത് ഈ ദേശവിരുദ്ധ ശക്തികളാണ്, തീവ്രവാദ സംഘടനകളാണ്. നമ്മൾ നോക്കാം, കേരളത്തിലെ നിയമസഭ പാസ്സാക്കിയ LDF UDF സംയുക്ത പ്രമേയം എല്ലാം തന്നെ നമ്മുടെ ദേശീയ കാഴ്ചപ്പാടിന് വിരുദ്ധമാണ്. ഇത്തരമൊരു സംയുക്ത പ്രമേയം പാസ്സാക്കാൻ, ബഹുഭൂരിപക്ഷം പ്രമേയം പാസ്സാക്കാനും അതിന് ഇടനിലക്കാരായി നിന്നിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമി, PFI, PDP ഉൾപ്പെടെയുള്ള ദേശവിരുദ്ധ തീവ്രവാദ സംഘടനകളാണ്. ഇവരെ ഒന്നിപ്പിക്കുന്നത് ഇത്തരം തീവ്രവാദ സംഘടനകളാണ്. അതുകൊണ്ട് LDF UDFന് തീവ്രവാദ സംഘടനകളായുള്ള ബന്ധം വളരെ വ്യക്തമാണ്, പരസ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സജി ചെറിയാൻ തൻ്റെ പ്രസ്താവന പിൻവലിച്ചത് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. മറ്റൊന്ന്, ഈ സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ ED കൂടി ഇന്നലെ തെരഞ്ഞെടുപ്പ് വ്യാപകമായ പരിശോധന സംസ്ഥാനമൊട്ടുക്ക്, സംസ്ഥാനത്തിൻ്റെ പുറത്ത് വരെ നടത്തുന്നൊരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ED നിയമപരമായിട്ട് അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം അവർ പ്രയോഗിക്കുന്നു എന്ന് മാത്രം. ഇപ്പം നിയമത്തിൻ്റെ വഴിക്ക് പോവും, EDയുടെ വഴിക്ക് പോവും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് നിയമപരമായിട്ടുള്ള ഒരു നടപടിക്രമമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ ഇക്കാര്യത്തിൽ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് BJP നിലപാട് വളരെ വ്യക്തമാണ്. നിഷ്പക്ഷവും നീതിപൂർവമായ അന്വേഷണം നടക്കണമെങ്കിൽ CBI തന്നെ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് ആവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, കേവലം 10 വർഷത്തെക്കുറിച്ച് മാത്രമല്ല, 25 വർഷക്കാലത്തെ ശബരിമലയിൽ നടന്നിട്ടുള്ള
എല്ലാ ക്രമക്കേടുകളെക്കുറിച്ചും കൊള്ളയെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും അന്വേഷണം നടത്തണം. മാത്രമല്ല അതിൽ പങ്കാളിത്തം കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്, ഇടതുപക്ഷ നേതാക്കന്മാർക്കുണ്ട്. ഇവരെല്ലാം തന്നെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഈ അമ്പലക്കള്ളന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം. അതിന് ഒരു CBI അന്വേഷണം കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നുള്ളത് അഭിപ്രായം ഞങ്ങൾ ആവർത്തിക്കുകയാണ്. ഈ സ്ഥാനാർത്ഥി പട്ടിക എന്നുണ്ടാവും ചർച്ചകൾ തുടങ്ങി. ഇല്ല, സ്ഥാനാർത്ഥി പട്ടികകളെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല. അത് BJPയുടെ സംസ്ഥാന നേതൃത്വം അക്കാര്യത്തെക്കുറിച്ച് ആദ്യം ചർച്ച നടത്തും. പിന്നീട് NDA ഘടകകക്ഷികളുമായിട്ട് ഈ ചർച്ച തുടരും. ഇന്നത്തോടുകൂടിയായിരിക്കും ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തുക. ഉടൻ തന്നെ ഇക്കാര്യം BJPയുടെ സംസ്ഥാന നേതൃത്വം ഇക്കാര്യം ഉടൻ തന്നെ തീരുമാനിക്കും. ഞങ്ങൾ സംഘടനാപരമായ രാഷ്ട്രീയപരമായ മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ സ്ഥാനാർത്ഥികളെക്കുറിച്ചും സീറ്റ് വിഭജനത്തെക്കുറിച്ചും പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കും. അക്കാര്യം BJPയുടെ സംസ്ഥാന നേതൃത്വം ഉടൻ തന്നെ തീരുമാനിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. താങ്കളുടെ ഇടയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടില്ല. ആരൊക്കെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്നും നിശ്ചയിച്ചിട്ടില്ല. അതുപോലെ NDA ഘടകകക്ഷികളുമായിട്ട് ഇക്കാര്യത്തിൽ ഇപ്പോൾ ചർച്ച ഇതിനെ സംബന്ധിച്ച് നടത്തിയിട്ടില്ല. അതേ സമയത്ത് സംഘടനാപരമായ മുന്നൊരുക്കങ്ങൾ, രാഷ്ട്രീയമായ മുന്നൊരുക്കങ്ങൾ അത് BJPക്കകത്തും NDAക്കകത്തും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. മത്സരിക്കാൻ താല്പര്യമുണ്ടോ? പാർട്ടി എന്താണോ ആവശ്യപ്പെടുന്നത് അച്ചടക്കമുള്ളൊരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഞാനത് അനുസരിക്കും. ഈ പുതിയ ദേശീയ അധ്യക്ഷനുമായിട്ട് സംസ്ഥാന നേതൃത്വം കൂടിക്കാഴ്ച ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം BJPയുടെ കേന്ദ്ര കാര്യാലയത്തിൽ വെച്ചിട്ട് BJPയുടെ സംസ്ഥാന പ്രതിനിധി സംഘം സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ പുതിയ അഖിലേന്ത്യാ അധ്യക്ഷനുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അത് പ്രാഥമികമായ ഒരു കൂടിക്കാഴ്ച മാത്രമാണ്. അദ്ദേഹം ഉടനെ കേരളത്തിലേക്ക് വരുന്നുണ്ടോ? അക്കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇനി അത് തീരുമാനിക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ ഉടൻ തന്നെ തീരുമാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീയതി സംബന്ധിച്ചാണോ തീരുമാനം? അതെ, സ്വാഭാവികമായിട്ടും.